ഈ റൂമിൽ റെന്റ് എങ്ങനെ? എടാ ഇവിടെ നമുക്ക് അറിയാവുന്ന പയ്യന്മാരില്ലേ, അമ്മര് റെന്റ് കുറച്ച് തന്നു. ഇനി ഇതിന്റെ വാടക അമ്മയുടെ തലയിലാവോ? കൊച്ചാ മര്യാദയ്ക്ക് ഞാൻ ഇറങ്ങി വിടും കേട്ടാ. സത്യം പറയട്ടല്ല ചേട്ടാ, ചേട്ടനെ പറ്റി ഇവര് പലതും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച എല്ലാം തള്ളാണ്. ഇപ്പഴല്ലേ മനസ്സിലായ ചേട്ടാ എന്തും ചെയ്യും സുഖമായിട്ടാണെന്ന്. അപ്പൊ എന്നെ പറ്റിയുള്ള ചർച്ച വീട്ടിൽ നടക്കണുണ്ട്. പിന്നെ ഭയങ്കര ചർച്ചയാ. ഒരു ചർച്ചയില്ല. അച്ഛൻ ഇത്രയും വർഷം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഭാവം പോലും അമ്മയ്ക്കില്ല. ആരോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പോയി, അത്രേ ഉള്ളൂ. നോക്കിക്കോ, അവള് എന്നെ ഓർത്ത് കരയും. ലാസ്റ്റ് അച്ഛൻ കരയാതിരുന്നാ മതി. ഇനി അമ്മ കരയും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. അച്ഛൻ സഹോദരനായല്ലേ. ഒരു മനസ്സിനൊരു സുഖം. സത്യം, പഴയ യൗവനം തിരിച്ചു വന്നതുപോലെ. ചേട്ടാ കൂടുതൽ ഓവർ ആവല്ലേ, വീട്ടിലോട്ട് വരാൻ നോക്ക്. വീട് ഇപ്പൊ ഞാൻ വീടിനെ പറ്റി ഓർക്കാറേ ഇല്ല. എനിക്ക് ഇവിടുന്ന് ആ വീട് കാണുമ്പോഴേ ഭാർഗവി നിലയം പോലെയാണ് തോന്നുന്നത്. ഒന്നിന്റെ കുറവില്ലല്ലോ. യക്ഷികള്, മറത, മാടൻ, കുട്ടിപ്പിശാചി എല്ലായിടും ഉണ്ടല്ലേ. അതുകൊണ്ട് ഈ വാതിൽ ഞാൻ തുറക്കാറില്ല. കേശു, നീ വരുന്നുണ്ടാ? അച്ഛനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്ന് കണ്ടത്. അല്ലാതെ അച്ഛൻ ഈ ജാട വർത്താനൊന്നും കേൾക്കാമെന്ന് എന്നെ കൊണ്ടുപോയി. ലച്ചു, എനിക്ക് ഇതിനെ നന്നായിട്ട് അറിയാം. നീ എന്റെ കൂടെ നിൽക്കും, എന്നിട്ട് കൂറ് ആ പടവലം കാര്യമെടുക്കും അല്ലേ. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ സംസാരിച്ചല്ലേ ഇവിടെ അടി നടക്കും. നീ വരുന്നുണ്ടാ? നീ എന്നെ അടിക്കും. നീ ഇവിടെ നിന്ന് നീ എന്നെ അടിക്കില്ല ലച്ചു. എന്തോന്നൊക്കെ പറയണേ? ഞാന് 2-3 മാസം മുമ്പേ ഒരു സ്വപ്നം കണ്ട്. ഞങ്ങളുടെ 30ാമത്തെ കല്യാണ വാർഷികം. അന്ന് രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സായി. അതിന്റെ കേസ് കോടതി നടക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മക്കളെല്ലാം കൂടെ തള്ളേരെ കൂറ് തള്ളക്ക് ചുറ്റും നിന്ന്. അത് സംഭവിക്കും, 100% സംഭവിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വാ, പോവേണ ഞങ്ങൾ എന്തിനോട് നിൽക്കണേ? ഇറങ്ങി പാടി ഒറ്റടത്തിൽ കണ്ടപ്പോ വയ്ക്കോ. ആരും കണ്ടിരിക്കും. അയ്യ, സ്നേഹമുള്ള മക്കള് അച്ഛനെ കാണാൻ വന്നിക്കണം. ഇറങ്ങി പൊയ്ക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോ. എങ്ങനെ മുട്ടാക്കായി